പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ബീഫ് ഫ്രൈയുടെ വീഡിയോ ആണ്. അപ്പോൾ അതിനുമ്പേ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ അടിപൊളി ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നു. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മൾ 1 കിലോ ബീഫ് എല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിനകത്തിലാക്കിയിട്ടുണ്ട്. ഇത് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിലോട്ട് ശകലം മസാല ഉണ്ടാകും. ലേശം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ഇട്ട് ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി ലേശം വെള്ളം, ഇത്തിരി വേണ്ട, കുറച്ച് വെള്ളം ഒഴിക്കുക. ബാക്കി വെള്ളം നമ്മൾ ബീഫിൽ നിന്ന് ഇറങ്ങും. ഇത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ആക്കിയേക്കാം. അതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ, ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, രണ്ട് പച്ചമുളക്, നമ്മളെ തേങ്ങാക്കൊത്ത്, കൊത്തൊക്കെ ഇച്ചിരി കൂടുതൽ ഇടണം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഫ്രൈ ആക്കി. ചെറിയ സവാള അരിഞ്ഞതുകൂടെ ചെറുള്ളി ഉണ്ടെങ്കിൽ ചെറുള്ളി ഇടുന്നത് നല്ലതാണ്. കറിവേപ്പില ഇടുക. ഇതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കണം. അതൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, ലേശം മഞ്ഞൾപ്പൊടി, എല്ലാം കൂടെ നല്ലോണം മൂപ്പിച്ചത്. ഇത് നമ്മൾ ബോയിൽ വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ചേർത്ത് തരും. ഉപ്പുവാട്ടോടെ ചെറുതായിട്ട് ആ ബീഫ് വറുത്ത വെള്ളം ചെറുതായിട്ട് വെച്ച് കൊടുക്കുക. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. നമുക്ക് സ്വല്പം കുരുമുളക് പൊടി, നമ്മൾ ഓരോരുത്തർ എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിന് ശേഷം ഗരം മസാല ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് ബാക്കിയിരിക്കുന്ന കറിവേപ്പില ഇടാം. ഇത് 2 ഏലക്കയാണ്. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് മാറ്റിയിടാം. നല്ലൊരു മണമൊക്കെ കിട്ടും. എല്ലാം കൂടെ നല്ലപോലെ നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഉപ്പ് നമ്മൾ ബീഫ് ബോയിൽ ചെയ്തപ്പം ഉപ്പിട്ടായിരുന്നു. ഇത് ആവശ്യമുള്ള ഉപ്പുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ഇത് നല്ലപോലെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ ബീഫ് ഫ്രൈയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതിലേക്ക് ബൈ.